അധ്യായം 14. ഇബ്രാഹിം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. അലിഫ് ലാം റാ. ഇത് നാം നിനക്കിറക്കിയ വേദപുസ്തകമാണ്. ജനങ്ങളെ അവരുടെ നാഥന്റെ അനുമതിയോടെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ, പ്രതാപിയും സ്തുത്യർഹനുമായവന്റെ മാർഗത്തിലേക്ക്. അല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വവൈലുൽ ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്. ആകാശഭൂമികളിലുള്ളവയുടെയെല്ലാം ഉടമയായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്. സത്യനിഷേധികൾക്ക് കഠിന ശിക്ഷയുടെ കൊടും നാശമാണുണ്ടാവുക. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. പരലോകത്തേക്കാൾ ഇഹലോക ജീവിതത്തെ സ്നേഹിക്കുന്നവരാണവർ. ദൈവമാർഗത്തിൽ നിന്ന് ജനത്തെ തടഞ്ഞു നിർത്തുന്നവരും ദൈവമാർഗം വികലമാകണമെന്നാഗ്രഹിക്കുന്നവരുമാണ്. അവർ വഴികേടിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാഉ വയഹ്ദി മൻ യശാഉ വഹുവൽ അസീസുൽ ഹകീം. നാം നിയോഗിച്ച ഒരു ദൂതനും തന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ സന്ദേശം നൽകിയിട്ടില്ല. അവർക്കത് വിവരിച്ചു കൊടുക്കാനാണ് അങ്ങനെ ചെയ്തത്. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു, അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവൻ ഏറെ പ്രതാപിയും യുക്തിമാനും തന്നെ. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا أَنْ أَخْرِجْ قَوْمَكَ مِنَ الظُّلُمَاتِ إِلَى النُّورِ وَذَكِّرْهُمْ بِأَيَّامِ اللَّهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِكُلِّ صَبَّارٍ شَكُورٍ. മൂസയെ നാം നമ്മുടെ വചനങ്ങളുമായി അയച്ചു. നാം പറഞ്ഞു, നീ നിന്റെ ജനത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക. അല്ലാഹുവിന്റെ സവിശേഷമായ നാളുകളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുക. തികഞ്ഞ ക്ഷമയുള്ളവർക്കും നിറഞ്ഞ നന്ദിയുള്ളവർക്കും അതിൽ നിരവധി തെളിവുകളുണ്ട്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ أَنْجَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ وَيُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ച കാര്യം. അവർ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയുമായിരുന്നു. നിങ്ങൾക്കതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണമുണ്ട്. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. നിങ്ങളുടെ നാഥൻ ഇങ്ങനെ വിളംബരം ചെയ്ത സന്ദർഭം. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ
നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകും. അഥവാ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ കടുത്തതായിരിക്കുകയും ചെയ്യും. وقال موسى إن تكفروا أنتم ومن في الأرض جميعا فإن الله لغني حميد. മൂസ പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ളവരൊക്കെയും സത്യനിഷേധികളായാൽ പോലും അല്ലാഹു തീർത്തും സ്വയം പര്യാപ്തനാണ്, സ്തുത്യർഹനും. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. നിങ്ങളുടെ മുൻഗാമികളുടെ വർത്തമാനം നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? നോഹിന്റെ ജനതയുടെയും ആദ് സമൂദ് ഗോത്രങ്ങളുടെയും അവർക്ക് ശേഷമുള്ള കൃത്യമായി അല്ലാഹുവിനു മാത്രമറിയാവുന്ന സമുദായങ്ങളുടെയും വാർത്ത. അവരിലേക്കുള്ള നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു ചെന്നു. അപ്പോഴവർ കൈവിരലുകൾ തങ്ങളുടെ തന്നെ വായിൽ തിരുകിക്കയറ്റി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഏതൊരു സന്ദേശവുമായാണോ നിങ്ങളെ അയച്ചിരിക്കുന്നത് അതിനെ ഞങ്ങളിതാ കള്ളമാക്കി തള്ളുന്നു. ഏതൊന്നിലേക്കാണോ ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്നത് അതേപ്പറ്റി ഞങ്ങൾ ആശങ്കാപൂർണമായ സംശയത്തിലാണ്. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. അവർക്കുള്ള പ്രവാചകന്മാർ പറഞ്ഞു, ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അല്ലാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? അറിയുക, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരാനും നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അവസരം നീട്ടിത്തരാനുമായി അവൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജനം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. ഞങ്ങളുടെ പിതാക്കൾ പൂജിച്ചിരുന്നവയിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ വ്യക്തമായ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരൂ. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون. അവർക്കുള്ള പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. എന്നാൽ അല്ലാഹു തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. ദൈവഹിതമനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവന്നു തരാൻ ഞങ്ങൾക്കാവില്ല. വിശ്വാസികൾ അല്ലാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. وما لنا ألا نتوكل
نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. ഞങ്ങൾ എന്തിന് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കണം? ഞങ്ങളെ അവൻ ഞങ്ങൾക്കാവശ്യമായ നേർവഴിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കേൽപ്പിച്ചു തരുന്ന ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين. സത്യനിഷേധികൾ തങ്ങളുടെ ദേവദൂതന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അവരുടെ നാഥൻ അവർക്ക് ബോധനം നൽകി, ഈ അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. وَلَنُسْكِنَنَّكُمُ الْأَرْضَ مِنْ بَعْدِهِمْ ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. അവർക്ക് ശേഷം നിങ്ങളെ നാം ഈ നാട്ടിൽ താമസിപ്പിക്കും. വിധിദിനത്തിൽ എന്റെ സന്നിധാനത്തെ ഭയപ്പെടുകയും എന്റെ താക്കീദിനെ പേടിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഔദാര്യമാണിത്. وَاسْتَفْتَحُوا وَخَابَ كُلُّ جَبَّارٍ عَنِيدٍ. ആ ദേവദൂതന്മാർ വിജയത്തിനായി പ്രാർത്ഥിച്ചു. ധിക്കാരികളായ സ്വേച്ഛാധിപതികളൊക്കെ തോറ്റമ്പി. مِنْ وَرَائِهِ جَهَنَّمُ وَيُسْقَى مِنْ مَاءٍ صَدِيدٍ. ഇതിനു പിന്നാലെ കത്തിയെരിയുന്ന നരകത്തീയുണ്ട്. ചോരയും ചലവും ചേർന്ന നീരാണവിടെ കുടിക്കാൻ കിട്ടുക. يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ. അത് കുടിച്ചിറക്കാൻ അവൻ ശ്രമിക്കും. എന്നാൽ വളരെ വിഷമിച്ച് അവനത് തൊണ്ടയിൽ നിന്നിറക്കാനാവൂ. നാനാഭാഗത്തു നിന്നും മരണം അവന്റെ നേരെ വരും. എന്നാൽ ഒട്ടു മരിക്കുകയുമില്ല. ഇതിനു പിറകെ കഠിനമായ ശിക്ഷ വേറെയുമുണ്ട്. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. തങ്ങളുടെ നാഥനെ കള്ളമാക്കി തള്ളിയവരുടെ ഉദാഹരണമിതാ. അവരുടെ പ്രവർത്തനങ്ങൾ കൊടുങ്കാറ്റുള്ള നാളിൽ കാറ്റടിച്ചു പാറിപ്പോയ വെണ്ണീറു പോലെയാണ്. അവർ നേടിയതൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല. ഇതുതന്നെയാണ് അതിരുകളില്ലാത്ത വഴിക്കേട്. അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് ഇൻ യശഅ യുദ്ഹിബ്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. വളരെ കൃത്യതയോടെ അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നീ കാണുന്നില്ലേ? അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ തുടച്ചുമാറ്റി പകരം പുതിയ സൃഷ്ടികളെ അവൻ കൊണ്ടുവരും. അല്ലാഹുവിനിതൊട്ടും പ്രയാസകരമല്ല. وَبَرَزُوا لِلَّهِ جَمِيعًا فَقَالَ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا
فهل أنتم مغنون عنا من عذاب الله من شيء قالوا لو هدانا الله لهديناكم سواء علينا أجزعنا أم صبرنا ما لنا من محيص. അവരെല്ലാവരും അല്ലാഹുവിങ്കൽ മറയില്ലാതെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ ലോകത്ത് ദുർബലരായിരുന്നവർ അഹങ്കരിച്ചു കഴിഞ്ഞിരുന്നവരോട് പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നുവല്ലോ. അതിനാൽ ഇപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് ഉണ്ടാക്കിത്തരുമോ? അവർ പറയും, അല്ലാഹു ഞങ്ങൾക്ക് വല്ല രക്ഷാമാർഗവും കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും രക്ഷാമാർഗം കാണിച്ചു തരുമായിരുന്നു. ഇനി നാം വെപ്രാളപ്പെടുന്നതും ക്ഷമ പാലിക്കുന്നതും സമമാണ്. നമുക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. വിധി തീർപ്പുണ്ടായിക്കഴിഞ്ഞാൽ പിശാച് പറയും, അല്ലാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനമാണ് നൽകിയത്. ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഞാനത് ലംഘിച്ചു. എനിക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവുമുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചുവെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതിനാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല. നിങ്ങൾക്ക് എന്നെയും രക്ഷിക്കാനാവില്ല. നേരത്തെ നിങ്ങൾ എന്നെ അല്ലാഹുവിന് പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിക്കുന്നു. തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. وَأُدْخِلَ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فيها بإذن ربهم تحيتهم فيها سلام. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിക്കും. തങ്ങളുടെ നാഥന്റെ ഹിതമനുസരിച്ച് അവരവിടെ നിത്യവാസികളായിരിക്കും. അവിടെ അവരുടെ അഭിവാദ്യം സലാം, സമാധാനം എന്നായിരിക്കും. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. ഉത്തമവചനത്തിന് അല്ലാഹു നൽകിയ ഉദാഹരണം എങ്ങനെയെന്ന് നീ കാണുന്നില്ലേ? അത് നല്ല ഒരു മരം പോലെയാണ്. അതിന്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു. ശാഖകൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. എല്ലാ കാലത്തും അത് അതിന്റെ നാഥന്റെ അനുമതിയോടെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ജനങ്ങൾക്ക് ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു, അവർ ചിന്തിച്ചറിയാൻ.
ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. ചീത്ത വചനത്തിന്റെ ഉപമ ഒരു ക്ഷുദ്രവൃക്ഷത്തിൻ്റെതാണ്. ഭൂതലത്തിൽ നിന്ന് അത് വേരോടെ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നുമില്ല. യുസബ്ബിതു അല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി الثابിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ വയുദില്ലു അല്ലാഹു الظالمين ويفعل الله ما يشاء. സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് അല്ലാഹു സുസ്ഥിരമായ വചനത്താൽ സ്ഥൈര്യം നൽകുന്നു, ഇഹലോക ജീവിതത്തിലും പരലോകത്തും. അക്രമികളെ അല്ലാഹു വഴികേടിലാക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നതെന്തും ചെയ്യുന്നു. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅ്മതല്ലാഹി കുഫ്റൻ വഅഹല്ലൂ ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഅ്സൽ ഖറാർ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്തവരെ നീ കണ്ടില്ലേ? അവർ തങ്ങളുടെ ജനതയെ നാശത്തിന്റെ താവളത്തിലേക്ക് തള്ളിയിട്ടു, അഥവാ നരകത്തീയിലേക്ക്. അവരതിൽ കത്തിയെരിയും. അതെത്ര ചീത്ത താവളം! وَجَعَلُوا لِلَّهِ أَندَادًا لِيُضِلُّوا عَن سَبِيلِهِ قُلْ تَمَتَّعُوا فَإِنَّ مَصِيرَكُمْ إِلَى النَّارِ. അവർ അല്ലാഹുവിന് ചില സമന്മാരെ സങ്കൽപ്പിച്ചു വെച്ചിരിക്കുന്നു, അവന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തെറ്റിക്കാൻ. പറയുക, നിങ്ങൾ സുഖിച്ചോളൂ, തീർച്ചയായും നിങ്ങളുടെ മടക്കം നരകത്തീയിലേക്കാണ്. قُلْ لِعِبَادِيَ الَّذِينَ آمَنُوا يُقِيمُوا الصَّلَاةَ وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال. സത്യവിശ്വാസം സ്വീകരിച്ച എന്റെ ദാസന്മാരോട് പറയുക, കൊള്ളക്കൊടുക്കകളും ചങ്ങാത്തവും ഉപകാരപ്പെടാത്ത ദിനം വന്നെത്തും മുമ്പേ അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കട്ടെ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യട്ടെ. الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار. അല്ലാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. അവൻ മാനത്ത് നിന്ന് മഴ പെയ്യിച്ചു, അതുവഴി നിങ്ങൾക്ക് ആഹരിക്കാൻ കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു. ദൈവനിശ്ചയപ്രകാരം സമുദ്രത്തിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് അവൻ കപ്പലുകൾ അധീനപ്പെടുത്തി തന്നു. നദികളെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി. وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار. നിരന്തരം ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാരെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. രാപ്പകലുകളെയും നിങ്ങൾക്ക് വിധേയമാക്കി. وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها
إن الإنسان لظلوم كفار. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാനാവില്ല. തീർച്ചയായും മനുഷ്യൻ കടുത്ത അക്രമിയും വളരെ നന്ദികെട്ടവനും തന്നെ. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം: എന്റെ നാഥ, നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണമേ. എന്നെയും എന്റെ മക്കളെയും വിഗ്രഹപൂജയിൽ നിന്നകറ്റി നിർത്തണമേ. رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. എന്റെ നാഥ, ഈ വിഗ്രഹങ്ങൾ ഏറെ പേരെ വഴികേടിലാക്കിയിരിക്കുന്നു. അതിനാൽ എന്നെ പിന്തുടരുന്നവൻ എന്റെ ആളാണ്. ആരെങ്കിലും എന്നെ ധിക്കരിക്കുന്നുവെങ്കിൽ നാഥ, നീ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ഞങ്ങളുടെ നാഥ, എന്റെ മക്കളിൽ ചിലരെ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയ മന്ദിരത്തിനടുത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കാനാണത്. അതിനാൽ നീ ജനമനസ്സുകളിൽ അവരോട് അടുപ്പമുണ്ടാക്കണമേ. അവർക്ക് ആഹാരമായി കായ്കനികൾ നൽകണമേ. അവർ നന്ദി കാണിച്ചേക്കാം. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറച്ചുവെക്കുന്നതും തെളിയിച്ചു കാണിക്കുന്നതുമെല്ലാം നീ അറിയുന്നു. അല്ലാഹുവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല ഭൂമിയിലും ആകാശത്തും. അൽഹംദുലില്ലാഹി الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. വയസ്സുകാലത്ത് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും സമ്മാനിച്ച അല്ലാഹുവിന് സ്തുതി. തീർച്ചയായും എന്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. എന്റെ നാഥ, എന്നെ നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവനാക്കണമേ. എന്റെ മക്കളിൽ നിന്നും അത്തരക്കാരെ ഉണ്ടാക്കണമേ. ഞങ്ങളുടെ നാഥ, എന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിച്ചാലും. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ഞങ്ങളുടെ നാഥ, വിചാരണ നാളിൽ നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മാപ്പേകണമേ. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ കരുതരുത്. അവൻ അവരെ കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു നാളിലേക്ക് പിന്തിച്ചിടുന്നുവെന്നേയുള്ളൂ.
مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء. അന്ന് അവർ പരിഭ്രാന്തരായി തല പൊക്കിപ്പിടിച്ച് പാഞ്ഞടുക്കും. അവരുടെ തുറിച്ച ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങുകയില്ല. അവരുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും. وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. ജനത്തിന് ശിക്ഷ വന്നെത്തുന്ന ദിവസത്തെ സംബന്ധിച്ച് നീ അവരെ താക്കീത് ചെയ്യുക. അതിക്രമം പ്രവർത്തിച്ചവർ അപ്പോൾ പറയും, ഞങ്ങളുടെ നാഥ, അടുത്ത ഒരവധി വരെ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ. എങ്കിൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം, നിന്റെ ദൂതന്മാരെ പിന്തുടരുകയും ചെയ്യാം. അവർക്കുള്ള മറുപടി ഇതായിരിക്കും, ഞങ്ങൾക്കൊരു മാറ്റവുമുണ്ടാവുകയില്ലെന്ന് നേരത്തെ ആണയിട്ട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ? وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال. തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ച ഒരു ജനവിഭാഗത്തിന്റെ പാർപ്പിടങ്ങളിലാണല്ലോ നിങ്ങൾ താമസിച്ചിരുന്നത്. അവരെ നാം എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കു നാം വ്യക്തമായ ഉപമകൾ വഴി കാര്യം വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. وَقَدْ مَكَرُوا مَكْرَهُمْ وَعِندَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. അവർ തങ്ങളുടെ കൗശലം പരമാവധി പ്രയോഗിച്ചു. എന്നാൽ അവർക്കെതിരിലുള്ള കൗശലം അല്ലാഹുവിങ്കലുണ്ട്. അവരുടെ കുതന്ത്രം പർവ്വതങ്ങളെ പിഴുതുമാറ്റാൻ പോന്നതാണെങ്കിലും. فَلَا تَحْسَبَنَّ اللَّهَ مُخْلِفَ وَعْدِهِ رُسُلَهُ إِنَّ اللَّهَ عَزِيزٌ ذُو انْتِقَامٍ. അല്ലാഹു തന്റെ ദൂതന്മാർക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കുമെന്ന് നീ ഒരിക്കലും കരുതരുത്. തീർച്ചയായും അല്ലാഹു പ്രതാപിയാണ്, പ്രതികാര നടപടി സ്വീകരിക്കുന്നവനും. يَوْمَ تُبَدَّلُ الْأَرْضُ غَيْرَ الْأَرْضِ وَالسَّمَاوَاتُ وَبَرَزُوا لِلَّهِ الْوَاحِدِ الْقَهَّارِ. ഈ ഭൂമി ഒരു നാൾ ഭൂമിയല്ലാതായിത്തീരും, ആകാശങ്ങളും അവയല്ലാതായി മാറും. ഏകനും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനുമായ അല്ലാഹുവിന്റെ മുന്നിൽ അവർ മറയില്ലാതെ പ്രത്യക്ഷപ്പെടും. وَتَرَى الْمُجْرِمِينَ يَوْمَئِذٍ مُقَرَّنِينَ فِي الْأَصْفَادِ. അന്ന് കുറ്റവാളികളെ നിനക്കു കാണാം, അവർ ചങ്ങലകളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടവരായിരിക്കും. سَرَابِيلُهُم مِّن قَطِرَانٍ وَتَغْشَى وُجُوهَهُمُ النَّارُ. അവരുടെ കുപ്പായങ്ങൾ കട്ടിത്താറുകൊണ്ടുള്ളവയായിരിക്കും. തീനാളങ്ങൾ അവരുടെ മുഖങ്ങളെ പൊതിയും. لِيَجْزِيَ اللَّهُ كُلَّ نَفْسٍ مَا كَسَبَتْ إِنَّ اللَّهَ سَرِيعُ الْحِسَابِ. എല്ലാ ഓരോരുത്തർക്കും അവർ സമ്പാദിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നൽകാൻ വേണ്ടിയാണിത്. അല്ലാഹു അതിവേഗം കണക്കുനോക്കുന്നവനാണ്, തീർച്ച. هَذَا بَلَاغٌ لِلنَّاسِ وَلِيُنذَرُوا بِهِ
وليعلموا أنما هو إله واحد وليذكر أولو الألباب. ഇത് മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. ഇതിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ, അവൻ ഏകനായ ദൈവം മാത്രമാണെന്ന് അവരറിയാൻ, വിചാരശാലികൾ ചിന്തിച്ചു മനസ്സിലാക്കാനും.